UDF പ്രവേശനം തുറക്കാത്ത പുസ്തകമാണെന്ന് ജോസ്. ഇടതുമുന്നണിക്ക് ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന് തറപ്പിച്ചു പഴിഞ്ഞു കഴിഞ്ഞു പാർട്ടിയിലെ MLA മാർ. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യനരകത്തിൽ KM മാണി പോകുമെന്ന് ശപിച്ച ഇടതു നേതാക്കൾ ഇപ്പോൾ നിലപാട് മാറ്റി. കോഴമാണി എന്ന് ഒരിക്കൽ പരിഹസിച്ചവർക്ക് ഇന്ന് KM മാണി സമാരാധ്യനാണ്, ഉത്തമനാണ്. വരാനിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അനുകരിക്കേണ്ട മാതൃകാ പുരുഷോത്തമനാണ്. KM മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സ്ഥാപിക്കാൻ തലസ്ഥാനത്ത് സർക്കാർ സ്ഥലം അനുവദിച്ചു കഴിഞ്ഞു. 6 വർഷമായിട്ട് ഫയലുകളിൽ ഉടക്കിക്കിടന്ന മാണി സാറിൻ്റെ സ്മാരകത്തിന് അങ്ങനെ വീണ്ടും ജീവൻ വെച്ചു. ഇനിയുമുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള മനോഹരമായ ആചാരങ്ങൾ? മുന്നണി മാറ്റത്തിൻ്റെ രാഷ്ട്രീയ പിന്നാമ്പുറത്ത് നടന്നതെന്ത്? മാണി ഗ്രൂപ്പിൻ്റെ ചാഞ്ചാട്ടം പത്രങ്ങൾ ഉണ്ടാക്കിയ പാതിര കഥ മാത്രമാണ്. അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ എന്തൊക്കെ നടന്നു? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. മാണിയുടെ മുന്നണി മാറ്റം മുഖ്യമന്ത്രി വെട്ടിയതെങ്ങനെ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ കുഞ്ഞാമതാണ്, കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞാമത്, അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-ൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് ആശ്വാസം പകരുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ആന്റണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് AKG സെന്ററിന് 25 സെന്റ് സ്ഥലം അനുവദിച്ചിട്ട് ആ കെട്ടിടം ഇന്ന് ആടെ പ്രവർത്തിക്കുന്നത്. ഇത് രാഷ്ട്രീയം നോക്കിയല്ല, ഓരോരോ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഓരോരോ സൗകര്യം ഓരോരോ കാലത്തും ചെയ്തു കൊടുക്കൂ. അത് ഇനി ആർക്കെല്ലാം ചെയ്യൂ? AK ആന്റണി എന്നെങ്കിലും AKGയെ ഇതുപോലെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടോ? കോഴമാണി എന്ന് വിളിച്ചതും അതുപോലെ ചാകാത്ത അണുക്കളുള്ള നരകത്തിൽ പോകുമെന്ന ശാപവാക്കുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീ കുഞ്ഞാമത്? അതേ AKG തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാലം വന്ന് വിളിച്ചിട്ടും എന്താ ഗോപാല പോവാത്തെന്ന് മുദ്രാവാക്യം നീചന്മാരായി കോൺഗ്രസ്സുകാർ. നോക്കൂ നിങ്ങളെ, പോറ്റിയെ കേറ്റിയെ അജയ് തറയിലെ വീട്ടില് കൊണ്ടുപോയി സോണിയാഗാന്ധിന്റെ കയ്യില്. ഇതെല്ലാം പാടാ പോകാനാള് പലതും കാണാം കേരളത്തില്. ഓരോരുത്തരുടെ വയ്യല് വേണ്ട എന്തിനായി 100 സീറ്റ് കിട്ടുന്ന പാർട്ടി ഓരോരുത്തരുടെ വയ്യ വേണ്ടത്. എല്ലാം കൊണ്ട് കുത്തിരുന്നാ പോരെ. ഇത്തിരി ആരൊക്കെ ഇപ്പം പറയാനുട്ടോ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നു ബാലരാംപുരത്തും. ശിവദാസൻ. നമസ്കാരം സാർ. നമസ്കാരം. അതെ, മാണി ഗ്രൂപ്പ് നമ്മളെ പാർട്ടിക്ക് വരാൻ വേണ്ടി ഒരു ചർച്ച നടന്നിട്ടില്ല. എന്തോ ഒരു അഭിമുഖം പത്രങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കും, അല്ലാതെ പറയുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷൻ സാഹചര്യത്തില് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആയിരുന്നാലും നിർണായക ഘടകമാണ് ഘടകകക്ഷികൾ. തീർച്ചയായും ഘടകകക്ഷി നിർണായകമായ ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ ഒരു കാരണവശാലും മാണി കോൺഗ്രസ് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിന് കിട്ടുന്ന അധികാരം ഇവിടെ കിട്ടും. പിന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആരും ഒന്നും പറയണ്ട. നമ്മളെ മാണി സാറിന് പിണറായി വിജയൻ സാറും കൊടിയേരി ബാലകൃഷ്ണനും കാണ്ടാമൃഗത്തെ തുടക്കറ്റി കാലും പറഞ്ഞിട്ട് പോലും ആക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത ശ്രീകോവിലായ അസംബ്ലി അടിച്ചു പൊട്ടിക്കുകയും ചെയ്ത ഇവരാണ് ഇപ്പോൾ 25 സ്ഥലം കൊടുത്തത്. സന്തോഷമാണ്. നമുക്കെല്ലാം സ്വാഗതം ചെയ്യുന്നു. കൊടുക്കണം. അവർ നല്ല സ്മാരകം വരണം, നല്ല ലൈബ്രറി വരണം, നമുക്ക് എല്ലാവർക്കും പോകാം. നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മാണി ഗ്രൂപ്പ് ജോസ് ഗ്രൂപ്പ് വന്നെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സംഭവിച്ചില്ല. കോൺഗ്രസ് വീണ്ടും പറയുന്നു സന്തോഷ് കൂടി എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഇതെന്തൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ ഉണരുകയാണ്. താങ്കൾ ഇവിടെ ഉണ്ട്, താങ്കൾക്ക് ഇടതു മുന്നണിയിൽ കുറെ കൂടി ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണോ? എന്താണ് ഈ മുന്നണി ചാഞ്ചാട്ടത്തിന്റെ പിന്നാമ്പുറത്തിൽ നടന്നിട്ടുണ്ടാവുക? നമസ്കാരം സർ. നമസ്കാരം. ഇപ്പൊ എനിക്ക് ഇന്നലെ ഞാൻ ഒരു ഇത് കേട്ടായിരുന്നു, ഈ ചർച്ചയിൽ തന്നെ കേട്ടിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കിടക്കാം. ഇന്നലെ കൊല്ലത്ത് നിന്ന് ഒരു ഷാഹിചേട്ടൻ പറഞ്ഞു, പവർ കട്ട് കേരളത്തിൽ ഇല്ലാതാക്കിയില്ലേ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. പവർ കട്ട് ഇല്ലാണ്ടാക്കി, അത് സത്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കിയപ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്.
ഉമ്മൻചാണ്ടി സർക്കാർ 4 പൈസക്ക് 25 വർഷത്തേക്ക് ഒരു കരാർ ഇട്ടത്. അത് ഈ സർക്കാർ വന്നപ്പോ ആ കരാർ റദ്ദാക്കി കഴിഞ്ഞ് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് സർക്കാരിന്റെ ഒരു പ്രശ്നം. അതെ, അല്ല, പവർ കട്ട് ഇല്ലാതാക്കി. പക്ഷെ ആർക്കാണ് നഷ്ടം? ജനങ്ങൾക്ക് തന്നെയാണ് വീണ്ടും നഷ്ടം. പവർ കട്ട് ഇല്ലാക്കി നമ്മളെ ഇവിടുന്ന് ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച കറണ്ടല്ല, പുറത്തുനിന്ന് വരുന്ന കറണ്ടാണ്. അപ്പം ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കരുത്. കാരണം ജനങ്ങളെ കയ്യിൽ നിന്നാണ് വീണ്ടും 4 രൂപയ്ക്ക് മുകളിൽ പൈസ മേടിക്കുന്നത്. പിന്നെ ഇതില് 5 വർഷം മുമ്പാണ് 25 ഈ കെ എം മാണിയുടെ സ്മാരകം പണിയാമെന്നൊക്കെ പറഞ്ഞ് ബജറ്റിൽ പറഞ്ഞത്. ഈ 5 വർഷം കാത്തിരിക്കേണ്ട അവസ്ഥ വന്നിരുന്നോ? ആവശ്യമില്ലായിരുന്നല്ലോ. ഈ ജോസ് കെ മാണി പോകുമെന്ന് വിചാരിച്ചപ്പോലെ ഇത് ചെയ്തത്, അങ്ങനെയല്ലേ ചെയ്തത്? അതിന്റെ അപ്പുറം ഒന്നുമല്ലല്ലോ. പിന്നെ ഈ കോഴ എണ്ണാൻ വെച്ച യന്ത്രം ഇനിയിപ്പോ എവിടെ കൊണ്ടുവെക്കും? അവിടെ അതിന് പ്രത്യേക ഒരു സജ്ജീകരണം കൂടി ഇവർ തയ്യാറാക്കണം. കാരണം ഇവർ തന്നെയാണെന്ന് പറഞ്ഞത് കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകത്തിൽ പോകുന്ന പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ കെ മാണി ആക്രമിച്ചത്. കുറച്ചെങ്കിലും നട്ടെല്ലും നാണമാനം ഉണ്ടെങ്കിൽ, തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കെ എം മാണിയുടെ മകൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കെ എം മാണിനെ അത്രമാത്രം അധിക്ഷേപിക്കുകയും ഈ കെ എം മാണിക്ക് വേണ്ടി UDF ആണ് അവിടെ നിന്നത് സപ്പോർട്ട് ചെയ്യാൻ. ആ കെ എം മാണിയുടെ ജോസ് കെ മാണിയാണ് അങ്ങോട്ട് പോയിട്ട് ഇപ്പം പറയുന്നത്. പിന്നെ ജോസ് കെ മാണി പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ പോകുന്നിടത്ത് ഭരണം ഉണ്ടാവും പറഞ്ഞത്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഭരണമുള്ളിടത്ത് ജോസ് കെ മാണി ഉണ്ടാവും. കാരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയും ചെയ്യും. അതിനുശേഷം ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് തെറിക്കുകയും ചെയ്യും, CPM-നെ ചതിച്ചുകൊണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ചർച്ച മറ്റേ ജയിലിലെ 620 ആക്കിയതായിരിക്കും ഞാൻ ചിന്തിച്ചത്. കാരണം അതൊരു വലിയൊരു പ്രോത്സാഹനമാണല്ലോ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പം പാലക്കാട് ഒരു 20 വയസ്സുകാരൻ ഒരാളെ കൊന്നിട്ടുണ്ട്. ജീവപര്യന്തം 10 വർഷം തടവ് ശിക്ഷ കിട്ടുവാണെങ്കിൽ 22,32,000 രൂപ ആ അയാൾക്ക് കിട്ടും. ഗോവിന്ദസ്വാമിക്കും അതേപോലെ കിട്ടും. അപ്പൊ ഇവിടെ ഒരു 5 സെന്റ് സ്ഥലവും വാങ്ങിയിട്ട് ഈ പരിപാടിക്ക് വീണ്ടും ഇവിടെ തന്നെ തുടങ്ങാൻ പറ്റും. കാരണം ഇരട്ട ജീവപര്യന്തമുള്ള പയ്യന്നൂർക്കുള്ള കൗൺസിലർക്ക് കിട്ടും 40 ലക്ഷം രൂപ. 20 വർഷം കഠിന തടവ്, 40 ലക്ഷം കിട്ടും. പിന്നെ ഇതൊക്കെ ഇവരെ അടുത്ത സർക്കാർ വരുമ്പോ, UDF സർക്കാർ വരുമ്പോൾ എന്തായാലും മനുഷ്യർ കരുതി വെച്ചോ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെടും. അന്ന് ഇവർക്ക് കാരണം ഭരണം ഉള്ളത് കൊണ്ടാണ് ഇപ്പം അക്രമം നടത്താത്തത്. ഭരണം ഇല്ലാത്തപ്പോൾ, കാരണം നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ഇവർ അക്രമം ഒഴിച്ചുവിട്ടു തോറ്റ സമയത്ത്. അതേപോലെ ഭരണം മാറുന്ന സമയത്ത് ഒരുപാട് നിരപരാധികൾ കൊല ചെയ്യപ്പെടും. അത് എണ്ണിവെച്ചോ. പറ്റുമെങ്കിൽ ഈ DGP ഒരു സർക്കുലർ ഇറക്കുക, നിങ്ങൾ അന്വേഷണം തുടങ്ങുക. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്ന് തൊട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഓരോ വീടുകളും, കോൺഗ്രസോ മാർക്സിസ്റ്റോ BJP നോക്കണ്ട, ഓരോ വീടുകളും ഡോഗ് സ്ക്വാഡിനെ കൊണ്ട്, ബോംബ് സ്ക്വാഡിനെ കൊണ്ട് അന്വേഷിക്കുക. പിന്നെ ഈ പുഴയകമ്പും അവിടെയൊക്കെ അന്വേഷിക്കുക. പല ബോംബുകളും കിട്ടും. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സമാധാനം നിലനിർത്താൻ പറ്റും. വന്നു പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജോസഫ് തോമസ് എന്നോട് പറയുന്നത് കേരള കോൺഗ്രസ് തീയാണെന്ന് പറയുന്നു. സന്തോഷ് കാസർഗോഡിന് ജയകുമാർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. കിഷോർ കോന്നി എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കിഷോറിന് എൻ്റെ ഹായ്. സെബാസ്റ്റ്യൻ, അങ്ങ് ഈ നമ്മൾ ഒരിക്കൽ പറഞ്ഞാണല്ലോ, ഈ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിയോജിപ്പുകൾ അങ്ങ് കുറെ കൂടി സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്തിയാലേ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് ഇത്? വീട്ടിലൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് ശ്രീ സെബാസ്റ്റ്യൻ? അങ്ങൊരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനും കൂടിയല്ലേ, അപ്പോൾ അവർക്ക് കൂടി ഇത് നാണക്കേടല്ലേ? സദാനന്ദൻ എന്നോട് പറയുന്നു, രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളുമില്ല, എല്ലാം വിസ്മയം. എന്ത് വിസ്മയം ഉണ്ടാകും? ബീഹാറിലെ വിസ്മയം നമ്മൾ കണ്ടില്ലേ എന്ന് പറയുന്നു. ഗോളാന്തരം നമസ്കാരം എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, സുനിൽകുമാർ ഉണ്ട്. അപ്പോൾ കയ്യേറ്റക്കാരൻ അൻവറും കോഴമാണിയും വേണം 100 തികയാൻ എന്നൊക്കെ പ്രമോദ് നാണു എന്നോട് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് 25 സെൻറ്റ് സ്ഥലം കിട്ടിയപ്പോൾ കുഞ്ഞുമാണിക്ക് തൃപ്തിയായി എന്ന് കൃഷ്ണദാസ് എന്നോട് പറയുന്നു. അപ്പോൾ ജയകുമാറുണ്ട്, നമ്മുടെ പ്രേക്ഷകർ സ്ഥിരം പട്ടി ഷിജു ഒക്കെ ഉണ്ട്, കിരൺ ബാബുവിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കിരൺ ബാബു ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, പക്ഷേ ഇവിടെ ഒരു മാറ്റത്തിനുള്ളൊരു ശ്രമം നടന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഞങ്ങൾ പോകില്ല എന്ന് പറയുമ്പോഴും പിന്നണിയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ധൃതി പിടിച്ച് സ്ഥലം വിട്ടുകൊടുക്കുന്നു, 25 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കുന്നു, ബാക്കി ധാരണകളാകുന്നു. പക്ഷേ UDF-ൽ പാല വിട്ടുകൊടുക്കില്ല, വരണ്ട എന്ന് ജോസഫ് വിഭാഗം പറയുന്നു. അപ്പോൾ ഒരു അനുകൂല സാഹചര്യമല്ലെന്ന് മനസ്സിലാക്കി ഒഴിവാക്കിയതാണോ, അതോ ഇത് ഇല്ലാത്ത ഒരു കഥയാണോ? സാർ നമസ്കാരം. നമസ്കാരം. ഇതിന്റെ
അതിന്റെ പിറകിൽ 25 സെന്റ് സ്ഥലമൊക്കെ കൊടുത്തതാണ് നോട്ടെണ്ണുന്ന മിഷൻ അവരെടുത്താണുള്ളത്. അപ്പൊ ഈ സ്വർണ്ണ കള്ളന്മാരുണ്ട് ജയിലിൽ, അവരുടെ വീട്ടിൽ നോട്ടെണ്ണ സ്ത്രീകൾക്ക് കുട്ടിയൊക്കെ പറ്റൂല, അതിന് നോട്ടെണ്ണുന്ന മിഷൻ വേണം. ആ മിഷൻ അവരിങ്ങ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും. കാരണം ഒന്ന്, പിന്നെ ഈ പ്രാദേശിക പാർട്ടികളാണ് ഈ രാജ്യത്തിന്റെ പുഴുക്കുത്ത്. കാരണം അവരാണ് ഈ രാജ്യത്തെ ഭരണത്തിന് അസ്ഥിരപ്പെടുത്തുന്നത് എപ്പോഴും. കാരണം അവരെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കാൻ ഒരു മുന്നണിക്കും ഇവിടെ സാധ്യമല്ല. അപ്പൊ ഈ പ്രാദേശിക പാർട്ടികളെ നിരോധിക്കാനുള്ള ഒരു നിയമം രാജ്യത്ത് എല്ലാ പ്രാദേശിക പാർട്ടികളും, കാരണം അവരാണ് ഈ രാജ്യത്തിന്റെ പുഴുക്കുത്ത്. അവരാണ് പ്രാദേശികമായിട്ട് എവിടെയും പ്രശ്നങ്ങളുണ്ട്, കുത്തിത്തിരിപ്പ്. 5 മന്ത്രി വേണം, ഞങ്ങൾ ഇത്ര MLA മാർ, ഞങ്ങൾക്ക് ഇത്ര വേണം. അവർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാണ്, അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ. ഇതിൽ നിന്ന് രാഷ്ട്രീയത്തിലെ എതിരാളികളൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ NDA യുടെ ആശയം ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, NDA യുടെ ആശയം നടപ്പാക്കാൻ ഏത് പാർട്ടിയുടെയും ഞങ്ങൾ പങ്കാളിയാവും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് യാതൊരു ഞങ്ങൾക്ക് ലെവലേഴ്സ് ഒരു അശേഷം അതിൽ ഒരു പ്രയാസമില്ല. പക്ഷെ ഇവരൊക്കെ അതല്ല, ഇവർ രാജ്യം അസ്ഥിരപ്പെടുത്താണ്. പിന്നെ KM മാണിനെ അവർ വിളിച്ച കാര്യങ്ങളും മറ്റുള്ളത് ഇപ്പൊ ഒരു ബഹുമാന്യ കുഞ്ഞമ്മദ് പറയുന്നത് കേട്ടു. അങ്ങനെയാണ് വളരെ നികൃഷ്ടമായ ജീവിതത്തിൽ ഒരു വിധവയായ വടകരയിൽ രമയെ എന്തൊക്കെ പറഞ്ഞു കുഞ്ഞമ്മദ്ക്ക. ഇതൊന്നും താങ്കൾ കാണുന്നില്ലേ? താങ്കളൊന്ന് കണ്ണടച്ച് ഇരുട്ടാക്കരുത്. എന്തായാലും തൂക്ക് സഭയെ കേരളത്തിൽ വരൂ, കോൺഗ്രസ് വരൂ എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. തൂക്ക് സഭ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി. ശരി, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ശ്രീ ബാലകൃഷ്ണന് വേണ്ടി ഗോളാന്തരം കൈയടിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ പറയുന്നു ഗൗരി ഓക്കെ, ശ്രീ KR ഗൗരിയെ അന്ന് ചില ചോവത്തി എന്നൊക്കെ വിളിച്ച് എന്നൊക്കെ ചോദിക്കും. പക്ഷേ അതുകൂടി ഈ സെബാസ്റ്റ്യൻ ഒരു സഭ്യമായ ഭാഷയിലല്ലോ ഈ കാര്യം പറയുന്നത്. എനിക്കെന്താ മനസ്സിലാകാത്ത, എന്തൊക്കെയോ ഇദ്ദേഹം എഴുതുന്നത് അസഭ്യം നിറഞ്ഞ ഭാഷയാണ്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതാണോ സെബാസ്റ്റ്യ? അങ്ങ് ഇത് ഒന്ന് ചിന്തിക്കണം. ഓക്കെ, ഇത് നമ്മളെല്ലാവരും കൂടി ഇത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വളരെ വളരെ സങ്കുചിതമായ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ഇപ്പോഴും ശൗചാലയ ചുവരാണെന്നുള്ള തെറ്റിദ്ധാരണ തുടരുകയാണ്. ഇത് വീട്ടിൽ നിന്ന് തെറ്റായ ഒരു സംസ്കാരം പഠിച്ചു വരുന്നതിൻ്റെ ഭാഗമാണെന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതായത് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇത്തരം ഭാഷ പ്രയോഗിക്കാറില്ല. കേരള രാഷ്ട്രീയത്തിൽ മലിനമായ ഒരു പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നു. നാച്ചുർ എന്നോട് പറയുന്നു അധികാരമുള്ളിടത്ത് തുടരുക, അതാണ് മാണി കോൺഗ്രസ് നിലപാട്. മാത്രമല്ല ഇപ്പോൾ മുന്നണി മാറിയാൽ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ തോൽക്കും, മറിച്ച് ഇടതു മുന്നണിയിൽ തുടർന്നാൽ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് എന്നോട് പറയുന്നു. സന്തോഷിൻ്റെ പ്രതികരണത്തോട് ചിലർ കൈയടിക്കുന്നുണ്ട്. സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മനു, ഇൻ പൊളിറ്റിക്സ് ദിസ് ഇസ് ഡൺ, ആർ ഫസ്റ്റ് സേവാകേന്ദ്രം ആനിവേഴ്സറി ഈസ് ഓൺ January 18th. ഓക്കെ, അപ്പോൾ 2 ദിവസം കൂടിയേ ഉള്ളൂ. ഹാർട്ടി വെൽക്കം മനു, ഐ സെഡ് there about you. താങ്ക് യു സോ മച്ച്. സതി ബാബുരാജിൻ്റെ ഒരു പുതിയ ഒരു പരിപാടിയുണ്ട്, അവരുടെ ഫസ്റ്റ് സേവാ കേന്ദ്രത്തിൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ പുതിയ സേവാ കേന്ദ്രത്തിൻ്റെ 1ാം വാർഷികത്തിന് അവിടെ എല്ലാവിധ ആശംസകളും പൊതുവേദി നൽകുകയാണ്. അവിടെ നമ്മുടെ പൊതുവേദിയെക്കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇതിൽ എനിക്ക് എഴുതുന്നുണ്ട്. അതൊക്കെ വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സതി ബാബുരാജിനും അവരുടെ കുടുംബത്തിനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജോസ് അവിടെ നിന്നിട്ട് പാലയിൽ പോലും ഒരു വോട്ട് കിട്ടിയില്ല, UDF വന്നാൽ UDFൻ്റെ വോട്ട് കൂടി പോകും എന്നെന്നോട് അമ്പാടി പറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രദീപ് എന്നോടൊപ്പം ഉണ്ട്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു? ഈ 25 വർഷം മന്ത്രിയായിരുന്ന 13 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച KM മാണിക്ക് ഒരു സ്മാരകം നല്ലത് തന്നെ. അന്ന് വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഉൾക്കൊള്ളാതിരിക്കേണ്ട കാര്യമില്ല എന്ന ഇടതുമുന്നണിയുടെ ഒരു പ്രതികരണത്തെ എങ്ങനെ കാണുന്നു? സ്ഥലം കൊടുത്തോട്ടെ, ഈ പാലാക്ക് വേണ്ടി മാണി എന്താ ചെയ്തേക്കണേ? ഒരു 40 വർഷം മുമ്പുള്ള ആ വികസനം മാത്രമേ ഇട്ടുള്ളൂ. അത് ആളുകൾക്ക് പുതിയ ജോസ് കെ മാണി ഒന്നും ചെയ്യുന്നില്ലെന്നാണ്, KM മാണി ഒന്നും ചെയ്തില്ലെന്നാണ്. KM മാണിയും അവനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പണ്ട് കാണുന്ന ആ പാല ഇപ്പം അതുപോലെ തൊഴിൽ എന്നെ വികസനം നോക്കി ഒരു 20 കൊല്ലം മുമ്പ് വന്നവരെ തൊഴിൽ കണ്ട മനസ്സിലാവുമോ? തൊടുപുഴക്കിട്ട് പാല വെച്ചാൽ മാണി പണ്ട് ഈ ചെയിൻ സർവീസ് ഉണ്ട് കോട്ടയം തൊടുപുഴ, അത് പാല ഡിപ്പോയുടെ മാണി ഒരു കാര്യം ചെയ്തു. ആ വന്ന വണ്ടി തൊടുപുഴയിൽ നിന്ന് തന്നെ ബസ് പാല സ്റ്റാൻഡ് വരെ ഒരു സ്റ്റാൻഡിന് ടൗൺ അപ്പുറമല്ലേ, അപ്പുറത്ത് പോകണേ വേറെ പൈസ കൊടുക്കണം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇബ്രാഹിം കുഞ്ഞു കൂടി എന്നോടൊപ്പം ചേരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ഇബ്രാഹിം കുഞ്ഞ്. ഇബ്രാഹിം കുട്ടി കാഞ്ഞിരപ്പള്ളി. ഇബ്രാഹിം കുട്ടിയാണ്. ഓക്കെ ഓക്കെ, ശ്രീ ഇബ്രാഹിം കുട്ടി. ഇപ്പം ആ പ്രശ്നം പറഞ്ഞതാണ് കറക്റ്റ്. ഈ പാലായ്ക്ക് വേണ്ടി പുള്ളി ഒന്നും കാര്യമായിട്ടും ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം, കാരണം പാലായിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് ഒരു ഗവൺമെന്റ് ആശുപത്രിക്ക് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുതിയ KSRTC ബിൽഡിങ്ങിന്റെ പണി പാതി തീർന്നു കിടക്കുകയാണ്, പൂർണ്ണമായിട്ടില്ല. അത് ശരി.
സത്യം അതാണ്. അത് പക്ഷെ വെളിയിൽ ഇങ്ങനെ ഒരു സംസാരം പാലയ്ക്ക് വേണ്ടി എല്ലാം ചെലവാക്കി എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഇത്രയും 13 വർഷം ധനകാര്യമന്ത്രിയായിരുന്നൊരു വ്യക്തി ആ മണ്ഡലത്തോട് അനീതി കാണിച്ചു, സത്യം. പക്ഷെ അത് തൊടുപുഴ നോക്കി, തൊടുപുഴ ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഞങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ ഇപ്പൊ കേരള കോൺഗ്രസ് മാണിയല്ലേ ജയിച്ചത്? അതെ 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 അതെ, അത് ശരിയാണ്. അത് ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ്. കാഞ്ഞിരപ്പള്ളിയുടെ അല്ല പൂഞ്ഞാറ്, ഞങ്ങള് പൂഞ്ഞാറാണ് താമസിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഇതുപോലെയാണ്, കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇതുപോലെ കിടന്ന് കളിക്കുകയാണ്. ഈ ജയരാജന്റെ മണ്ഡലമാണ്. അവിടെ ബൈപ്പാസ് വലിയ പാട്. ഇപ്പൊ ശബരിമലയുടെ മേഖലയിൽ, ഇവിടെ ഈ മേഖലയിലൊക്കെ വലിയ വികസനം ഉണ്ടാകുന്നത്. കാരണം ഇപ്പം ഇവിടെ എയർപോർട്ട് വരികയാണ് എരുമേലിയില്, അതുപോലെ തന്നെ ഇവിടെ ശബരിമലയാണ്. വികസനം കൊണ്ടുവന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ തന്നെ രണ്ടും പറഞ്ഞാലോ. എന്താ ഇപ്പൊ MLA അവരല്ലേ? പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും MLA ആരാ? പൂഞ്ഞാറ് ജയരാജ്, അല്ല സെബാസ്റ്റ്യൻ കുളത്തെങ്കല്, കാഞ്ഞിരപ്പള്ളി ജയരാജ്. പൂർത്തിയായിട്ടില്ല, ഇതൊന്നും പൂർത്തിയായിട്ടില്ല. ഇതെല്ലാം പേപ്പറിൽ കിടക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ യാഥാർത്ഥ്യമാകേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാഞ്ഞിരപ്പള്ളി ഏറ്റവും വലിയ പ്രശ്നമാണ് ശബരിമല സീസണിൽ മുക്കാൽ മണിക്കൂറാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇതുപോലുള്ള ട്രാഫിക് ജാം ആകുന്നത്. അപ്പൊ അവിടെയൊന്നും പിന്നെ ഇവിടുത്തെ ബൈപ്പാസിന്റെ പണി തുടങ്ങിയിട്ട് അതവിടെ കിടക്കുകയാണ്, അത് പൂർണ്ണമായിട്ടില്ല. അതാണ് ഇവിടെ യാഥാർത്ഥ്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ജോസ് കെ മാണി ഒരു വലിയൊരു വെല്ലുവിളിയാണ് ജനങ്ങളോട് നടത്തിയിരിക്കുന്നത്. അവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ വിജയം ഉണ്ടാവുള്ളൂ. അതെങ്ങനെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ തന്നെ ഈ കഴിഞ്ഞ അദ്ദേഹം എന്നാ രാഷ്ട്രീയക്കാരനെ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇലക്ഷന് അവിടെ പാലായിലൊക്കെ അവസ്ഥ അറിയത്തില്ലേ? അപ്പോ ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അത് മനസ്സിലാക്കണ്ടേ? അല്ലാതെ വെറുതെ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരി. അപ്പൊ ഈ ജോസഫ് ഗ്രൂപ്പിനെ പറ്റി എന്താണ് ഇബ്രാഹിം കുട്ടിയുടെ ഒരു അഭിപ്രായം? ജോസഫ് ഗ്രൂപ്പ് ഇവിടെ നല്ല ത്രിതല പഞ്ചായത്തിന് നല്ലൊരു വിജയമല്ലേ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് തൊടുപുഴ, നമുക്കത് പറയേണ്ട കാര്യം, ഈ തൊടുപുഴയാണ് യഥാർത്ഥത്തിലുണ്ടല്ലോ കേരളത്തിന് മാതൃകയാക്കേണ്ട പ്ലാന്റ് സിറ്റിയാണ്. ഇപ്പൊ തിരുവനന്തപുരം ഞങ്ങൾ പലപ്പോഴും UDF-കാരനാണല്ലേ? അതെ UDF-കാരനെ. ഞാൻ UDF-ന്റെ കൂടെ നിൽക്കുന്നത്. അത് ഉള്ള എങ്കിലും നമുക്ക് അങ്ങനെ രാഷ്ട്രീയ ഒരു സാധ്യത കലയാണ്. ഞാൻ പറയാനുള്ള വേറെ കാര്യത്തിലോട്ടാണ് പോകുന്നത്. കാരണം ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു. അപ്പൊ ഈ പനമറ്റം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പാലാ. ഹലോ, റിട്ടയർ ചെയ്തു, ധൈര്യമായിട്ട് പറയുന്ന. അപ്പം പൊളിറ്റിക്കൽ സയൻസ് ആണോ? എക്കണോമിക്സ്. അപ്പൊ ധനകാര്യ വിദഗ്ധനാണ്. ഓക്കെ. അല്ല, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പാലാ നിയോജകമണ്ഡലത്തിലെ പനമറ്റം എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉദ്ഘാടനം, അതിന്റെ പുതിയ ബിൽഡിംഗ്, അത് മാണി സാറിന്റെ ഫണ്ട് കൊണ്ടാക്കിയ ഒരു. പക്ഷെ അവിടെ ഞാനതോടെ ഒരു മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത്, അവിടെ നമുക്ക് കേട്ടുകഴിവില്ലാത്തൊരു ചരിത്രമാണ്. കാരണം അവിടെ VS-നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം, പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം. വലിയൊരു ഇതാണ്. നമുക്ക് ഒരിക്കലും ഇല്ല. നമ്മുടെ മണ്ഡലത്തിലെ MLA ആണ്, അവിടുത്തെ പിന്നെ മന്ത്രിയാണ്. അദ്ദേഹത്തെ കൊണ്ട് അവിടെ CPM-കാരവിടെ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് വലിയ ബഹളം ഉണ്ടായി. അവസാനം അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് മറിയാമ്മ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറൊക്കെ ആയിരുന്നു. അവരും എല്ലാം കൂടെ ബലം പിടിച്ച് അവിടെ ഉദ്ഘാടനം നടത്തിയിട്ട് അവിടെ ചാണകവെള്ളം തെളിച്ച് ഓർത്തോണം, ഇത് ഈ രാജ്യം എവിടോട്ടാ പോകുന്ന മനസ്സിലാക്കുക. നമുക്കൊരു ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് കൊണ്ട് പണം ചെലവാക്കി നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടെ വന്നപ്പോൾ പോലീസിന്റെ പ്രൊട്ടക്ഷനിലാണ് വന്ന് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്ത് വിട്ടുപോയി. കാരണം ജനങ്ങൾ അത്ര ഇവിടുത്തെ CPM-കാർ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അവിടെ ചാണകവെള്ളം തെളിച്ച് അതിനെ ശുദ്ധീകരിച്ച് പിറ്റേ ദിവസം അവരാണ് ഇപ്പോൾ എന്താ പറയുന്നത്, മാണി സാറിനെ ഉയർത്തിപ്പിടിച്ച്. നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമല്ല, ധാർമ്മികതയുണ്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ രാഷ്ട്രമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രം കഴിഞ്ഞിട്ടല്ലേ കക്ഷി രാഷ്ട്രീയമേ ഉള്ളൂ. അതിനൊക്കെ ഒരു തലമുണ്ട്, ഒരു മാന്യതയുണ്ട്, മര്യാദയുണ്ട്. അതൊക്കെ വിട്ട് കഴിയുമ്പോഴല്ലോ ഇത് ഈ രാജ്യം നിലനിൽക്കണ്ടേ? ഇപ്പൊ നമുക്കറിയാം, നമുക്ക് വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട്. ഇങ്ങനെ ഈ മറുകണ്ട യൂട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ യൂട്ടേൺ ഇപ്പൊ മാണി സാറിന്റെ ഒരു പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്കറിയാം ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഇത്ര ജീവിതം ബലികഴിച്ച വ്യക്തിക്ക് വേണ്ടി ഒരു അനുസ്മരിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നതൊക്കെ വലിയ കാര്യം, അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ സമയം നോക്കിക്കോണം. ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി കാത്തുനിന്ന് എന്താണ് ഇതെല്ലാം ഇങ്ങനെ ഈ സമയത്ത് അദ്ദേഹം മുന്നണി വിട്ടു പോകുന്നു, ശ്രീ ജോസ് കെ മാണി മുന്നണി വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അനുവാദം കൊടുക്കുക, അതൊക്കെ ഒരു മര്യാദയുടെ ഭാഗമല്ലല്ലോ. അതല്ലേ പറയുന്നത്. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ രാജ്യം എങ്ങോട്ടാ, ഈ സംസ്ഥാനം എങ്ങോട്ടാ പോകുന്നത്, അതാണ് നമ്മൾ ചോദിക്കാനുള്ളത്. താങ്കളുടെ അഭിപ്രായം. അപ്പോൾ VC തോമസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത്, ഞാനൊരു പുതുപ്പള്ളിക്കാരനാണ്, എന്നെ സംബന്ധിച്ച് പുതുപ്പള്ളിയെ
എത്രയോ സ്വർഗമാണ് പാല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി സി തോമസ് ഒരു തികഞ്ഞ ഇടതുപക്ഷക്കാരനാണ്. അപ്പം അദ്ദേഹം പറയുന്നത് പുതുപ്പള്ളിയേക്കാൾ നല്ലതാണ് പാല എന്ന് പറയുന്നു. ഓക്കെ, എം വി പോൾ എന്നോട് പറയുന്നു കെ മാണി ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്നു. ജോസ് നല്ല മനുഷ്യനാണ് എന്ന് എന്നോട് ജോസഫ് തോമസ് പറയുന്നു. സുനിൽ എന്നോട് പറയുന്നത് മനു സാർ അതാണ് ഞങ്ങളുടെ തൊടുപുഴ, ഹാർട്ടി വെൽക്കം ടു തൊടുപുഴ എന്നാണ്. അപ്പോൾ തൊടുപുഴ വൻ സംഭവമാണെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയി അതൊന്ന് കാണേണ്ടതാണ്. അപ്പോൾ മാണി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇടതുമുന്നണിയിൽ എത്തി എന്നെ വി എസ് എതിർത്തില്ലായിരുന്നെങ്കിൽ എന്ന് എന്നോട് നേച്ചർ പറയുന്നു. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ജയകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മുന്തിരിങ്ങ ഒരു ദിവസം ഞാൻ നമ്മുടെ ന്യൂസ് 18 നമ്മുടെ പൊതുവേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് കച്ചവടമൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് എന്നോട് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മുന്തിരി കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകട്ടെ. അപ്പോൾ മുന്തിരി വേണം എന്ന് ചിലരൊക്കെ നമ്മൾ അഭിപ്രായപ്പെടുന്നു. ഗോളാന്തരമൊക്കെ പറയുന്നുണ്ട് മുന്തിരി കുറച്ച് തരണമെന്നാണ് പറയുന്നത്. മരിക്കും വരെ മാണി സാർ ഇല്ലാത്ത നിയമസഭ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാണി സാർ കോൺഗ്രസ് തങ്ങളുടെ സ്വാധീന സ്ഥലങ്ങളിൽ വികസനമൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു നേച്ചർ എന്നോട്. ജോസഫിൻ്റെ ഫ്ലൈറ്റ് ഡ്രാമയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എം വി പോൾ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ഡ്രങ്കൻ മങ്കി വന്ന് എന്തൊക്കെയോ അസഭ്യങ്ങളോ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തിനാണ് ഇങ്ങനെ ആളുകൾ വളരെ സഭ്യമായ രീതിയിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് ഇതൊരു രീതിയായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇയാൾ പാർഷ്യലാണെന്നാണ് പറയുന്നത് സെബാസ്റ്റ്യൻ. ഞാൻ പാർഷ്യലാണെന്നല്ലേ എൻ്റെ സെബാസ്റ്റ്യൻ, ഞാൻ പാർഷ്യലായിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാനും പറയട്ടെ. നിങ്ങളെ എല്ലാ തവണയും പുകഴ്ത്തണം എന്ന് എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും ശമ്പളം തരുന്നുണ്ടോ അതിന് നിങ്ങളെ പുകഴ്ത്താൻ? ഞാൻ എനിക്ക് തോന്നിയ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളല്ലേ പറയുന്നത്. ചിലപ്പോൾ പാർഷ്യലാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. അതാണ് അതിൻ്റെ ശരി. ഓക്കെ, അപ്പോൾ കെ ജി കുമാർ എന്നോടൊപ്പം ചേരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കെ ജി കുമാർ, 2019 കെ എം മാണി അന്തരിച്ചത്. കേൾക്കാമോ? ശ്രീ കെ എം കുമാറിന് ടെലിഫോൺ ലൈനിൽ എന്തോ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീനിവാസൻ കൂടി എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസ്, ഓക്കെ, ഞാൻ ഈ 2 ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് മറ്റേ പ്രദീപ് ചേട്ടനെ കാണാനില്ലല്ലോ, ട്രംപിൻ്റെ കൂടെ ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോയതാണോ എന്ന് ചോദിക്കുന്നു. ഇറാനിലൊക്കെ വലിയ ഓക്കെ ഉണ്ട്. അപ്പോൾ ഇറാനിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അവിടെ ജനങ്ങളുടെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം അവിടെ നടക്കുകയാണ്. അപ്പോൾ പ്രദീപ് ട്രംപിൻ്റെ കൂടെ ഇറാൻ ആക്രമിക്കാൻ പോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും സഭ്യമായ ഭാഷയിലേ വിമർശിക്കുള്ളൂ, അല്ലാതെ വല്ല അലവതിലാദികളും വല്ലതും എഴുതിയാൽ അവരൊക്കെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല എന്ന് എന്നോട് വി സി തോമസ് പറയുന്നു. അത് ഞാൻ വി സി തോമസിനെ അംഗീകരിക്കുന്നു. കാരണം ഇത് അൺബിക്കമിങ് ഓഫ് എ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ വി സി തോമസ് എപ്പോഴും സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കുന്നു, രൂക്ഷമായ ഭാഷയിലാണെങ്കിൽ കൂടിയും സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് താഴെ കമൻ്റ് ഇട്ട ആൾക്ക് അത് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റഷീദ് എന്നോടൊപ്പം ചേരുന്നു, ശ്രീ കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, നിങ്ങൾ ഇങ്ങനെ തുരുതുരാ വിളിച്ചു, വരണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പണ്ട് കെ എം മാണി പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഒരു പ്രയോഗമാണ് ഓർമ്മ വരുന്നത്. സുന്ദരിയായ കേരള കോൺഗ്രസിനെ കാണുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടാകും, പക്ഷേ കേരള കോൺഗ്രസ് എങ്ങോട്ടും പോകുന്നില്ല അന്ന് കെ എം മാണി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇങ്ങനെ മാടി വിളിക്കുകയാണോ UDF? ഈ കാണുന്നതിന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു പാർട്ടി മാണി സാറിനെ കുറിച്ച് പറയുമ്പോൾ മാണി സാർ ഒരു അവസരത്തില് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമോ എന്ന രീതിയിൽ വരെ എത്തിയ ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഈ ഇടതുപക്ഷം എത്രമാത്രം അപമാനിക്കുകയും അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും കള്ളൻ എന്ന മുദ്ര കുത്തുകയും ചെയ്തിട്ട് അല്ല, അതൊക്കെ അവർ ഇപ്പം പലരും എനിക്ക് എഴുതുന്നത് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഇപ്പം KR ഗൗരിയെ നിങ്ങൾ പറഞ്ഞു, MV രാഘവനെ നിങ്ങൾ പലതും പറഞ്ഞിട്ടില്ലേ. പക്ഷേ അവരൊക്കെ മുന്നണി മാറുന്നത് പോലെ ഇദ്ദേഹത്തിന് മാറി. അതേസമയം KM മാണി അന്ന് ഇരിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ യോഗത്തിൽ പ്ലീനത്തിലോ മറ്റോ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് ചിന്താഗതികൾ, സാമ്പത്തിക വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മന്ത്രി രാജേഷ് പാലക്കാട് വെച്ച്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കണ്ടാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, മാനെ ഉണ്ടാക്കി വെച്ചൊരു പണം എണ്ണുന്ന പൈസ എണ്ണുന്ന ഒരു മിഷനൊക്കെ ഇനിയിപ്പം പിന്നെ ഇടതുപക്ഷം തന്നെ ഒരു സ്ഥലം കൊടുത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ 2 കോടി ഉറുപ്പ് കൊടുത്തിട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവെക്കുന്ന അവസ്ഥയിലേക്ക് ജോസ് കെ മാണി LDFനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അധികാരമാണ് എല്ലാവർക്കും വേണ്ടത്.
അധികാരം എവിടെ കിട്ടും, പദവികൾ എവിടെ കിട്ടും, മന്ത്രിസ്ഥാനം എവിടെ കിട്ടും? നമുക്കറിയാലോ, ജോസ് കെ മാണി നേരത്തെ കുപ്പായമൊക്കെ തുന്നിയതായിരുന്നു മന്ത്രിക്കുപ്പായത്തിന് വേണ്ടി, മന്ത്രി സ്ഥാനത്തിന് വേണ്ടി. അപ്പോൾ പരാജയപ്പെട്ടപ്പോൾ ആ കുപ്പായം അയച്ചു വെച്ച് മറ്റേയാൾക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത്. അധികാരത്തിന് വേണ്ടി എപ്പോഴും പറയുന്നതൊന്നും ഞങ്ങൾ മാറ്റില്ല, ഞങ്ങൾ മാറ്റിപ്പറയില്ല, മാറ്റിപ്പറഞ്ഞ ചരിത്രമില്ല എന്നൊക്കെ പറയും. നമുക്ക് കാണാൻ പോകുന്ന പൂരം പറയണ്ടല്ലോ. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ സാധ്യത കൂടുതലുള്ളത് UDF ആ UDFിലേക്ക് ഈ അപ്പൊ നമുക്ക് കെ എം മാണി എന്താ പറയുക, മാണി കോൺഗ്രസിനെ പറ്റി ഉള്ള നിലപാടുകൾ അപ്പൊ ചർച്ചയാകുന്നു. അപ്പൊ ജോസ് കെ മാണി ഇപ്പൊ മാധ്യമങ്ങൾ കാണുന്നുണ്ട്, നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇവിടെ നമ്മുടെ ഇനിയിപ്പോൾ പോകുന്ന ചർച്ചയിലേക്കും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് അത് ചില ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതോ ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ മേഖലയിൽ CPM, CPI, കേരള കോൺഗ്രസിന്റെ അതാണ്. അപ്പോൾ കേരള കോൺഗ്രസ് മാണി കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സീറ്റ് വേണം. കഴിഞ്ഞ തവണ ചില സീറ്റുകളൊക്കെ വിട്ടുകൊടുത്തു. അപ്പോൾ ഈ തവണ അതൊക്കെ തിരിച്ചു വേണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ സീറ്റുകൾ വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രദീപ് എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്തു നിന്നാണ്. പ്രദീപ്. സാറേ, ഞാൻ പെരുന്നാട് പ്രദീപ്. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാറേ, ഞാൻ മറ്റൊരു കാര്യം കൂടെ എനിക്കൊന്ന് പറയണം സാർ. കട്ട് ചെയ്യരുത് സാർ, പ്ലീസ് സാർ. സാറേ, ഈ വിഷയമായിട്ട് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പേ ഞാൻ എന്റെ ഒരു ജോലിയുടെ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. അപ്പൊ എന്റെ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ പഞ്ചായത്ത് വകുപ്പ് ഓംബഡ്സ്മാനെ കാണാൻ 5 മാസം കൊണ്ട് നമ്മുടെ പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ ഓപ്പോസിറ്റ് അവിടെ ഓംബഡ്സ്മാൻ വെച്ച ഇവിടെ ഈ ഇടതുപക്ഷക്കാരുടെ മൂലം അവര് വീട് തോറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളാ. ഈ വീട് തോറും പ്രവർത്തിക്കാൻ വരുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അവിടെ ഒരു പരാതിയായിട്ട് ബന്ധപ്പെട്ട് 5 ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. സാർ, അത് നിങ്ങളൊരു വാർത്തയായിട്ട് വെപ്പിച്ച് നിങ്ങളൊരു പരിഹാരം എനിക്കെന്ന് കാണണം. ഞാനൊരു പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് 5 മാസത്തിനു മുമ്പേ അവിടുത്തെ ഓംബഡ്സ്മാൻ മരണപ്പെട്ടുപോയി. നിരവധി പരാതികൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഓംബഡ്സ്മാൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പരാതികൾ ഹിയറിംഗ് യാതൊരു കേസ് വൈദ്യ തന്നെ പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ ഞാനത് നമ്മുടെ അവിടുത്തെ ലേഖകനോട് പറയാം. നമുക്ക് ആ വിഷയം ഒന്ന് അങ്ങനെ കാണാനും. എന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. പിന്നെ ഇതായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ 2 വാക്ക് പറയാം. സാറേ പറഞ്ഞു. ഹലോ. വ്യക്തമാണ് സാറേ, വിനയത്വം മനുഷ്യത്വം ഒരു നന്ദി നമുക്ക് ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കണം. സാറിനും ഉണ്ടാവണം, എനിക്കും ഉണ്ടാവണം. സാർ മനസ്സിലായി? വ്യക്തമാണ്. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് അങ്ങനെ പോയാൽ പിന്നെ നമ്മൾ കുടുങ്ങി പോകുന്നുണ്ട്. ഓക്കെ, രാമചന്ദ്രൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാമചന്ദ്രൻ. അതെ, എനിക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിഭാഗത്തിന്റെ LDF തുടരുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ. അതൊരു തുടരോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച തുടരുമെന്നാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് തുടരാൻ തീരുമാനിച്ചതെന്നാണ് എനിക്കൊരു സംശയം. അല്ല, അവർ തുടരാൻ തീരുമാനിച്ചത് അവരെ സംബന്ധിച്ച് എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഇപ്പം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് അവർക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ചില ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്നതിന്റെയും പിന്നെ അങ്ങനെ അവരിൽ തന്നെ 2 MLA-മാര് എന്താണേലും UDF പോകുന്നില്ല, LDF തന്നെ തുടരാൻ എന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട്. ഈ ചങ്ങനാശ്ശേരി MLA-ക്ക് ആ ഒരു ശക്തമായ നിലപാട് ഉണ്ടായിരുന്നോ? ചങ്ങനാശ്ശേരി MLA-യുടെ നിലപാടെന്ന് പറയുന്നത് എനിക്ക് അത്ര പോരാ. അത് UDF ജോസ് കെ മാണി അങ്ങോട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, UDF മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പുള്ളി UDF-നൊപ്പം തന്നെ, ജോസ് കെ മാണിക്കൊപ്പം തന്നെ നിന്നേക്കാം. അതെ, അതിലേക്ക് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഈ പത്തനംതിട്ട റാന്നിയിലെ MLA-യും ഈ പറയുന്ന
ഈരാറ്റുപേട്ട പൂഞ്ഞാർ MLA ഒക്കെ എന്ന് പറയുമ്പോൾ ഈ റാന്നിയിലെ ഒരിക്കലും കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റല്ല. അവിടെ രാജു അബ്രഹാം CPM-ന്റെ MLA ആയിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ച സീറ്റ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ദാനം ചെയ്യുമായിരുന്നു. അപ്പൊ ആ റാന്നി MLA-ക്ക് വീണ്ടും കേരള കോൺഗ്രസ് UDF പോയാൽ അവിടെ സീറ്റ് കിട്ടിയാൽ ജയിക്കണമെന്നൊന്നും ഇല്ലെന്ന്, ജയിക്കത്തില്ലെന്നൊക്കെ പുള്ളിക്ക് തോന്നുന്നുണ്ടാവും ഒരു കാര്യം. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ ഇടതുപക്ഷം എന്നുള്ള സർക്കാർ ഈ 10 വർഷക്കാലത്തെ ഭരണകാലത്ത് ഒത്തിരി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആര് വന്നാലും ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുമെന്നുള്ളൊരു ധാരണയിലേക്ക് പൊതുജനം മാറിയിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിലേക്ക് വന്നെന്ന് പറഞ്ഞാലും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. അത് നല്ലൊരു ശതമാനം ഇപ്പോഴും ഈ പള്ളിയും ഇതും അവരൊക്കെ പറയുന്ന രീതിയിലേ നിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ചങ്ങനാശ്ശേരി ഞങ്ങളുടെ ഞാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കറുകച്ചാലുകാരനാണ്, കോട്ടയം കറുകച്ചാലുകാരനാണ്. അപ്പൊ ആ മണ്ഡലം കാഞ്ഞിരപ്പള്ളി ജയരാജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രിസ്ത്യൻ വോട്ടിന്റെ ബലത്തിൽ മാത്രമല്ല ജയരാജ് ഇവിടെ ജയിച്ചു പോകുന്നത്. സത്യത്തിൽ ജയരാജ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ നല്ല വോട്ടുമുണ്ട്. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ CF സാർ കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ CF സാറിനോട് ഉള്ള പ്രവർത്തനം മേഖല പോരാത്തതുകൊണ്ടും ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം ജയിച്ചു. പക്ഷെ ഇപ്രാവശ്യം അദ്ദേഹം ഈ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം ജനകീയനായിട്ടൊരു MLA ആയിട്ട് മാറുന്നുള്ളൂ ചങ്ങനാശ്ശേരി. പക്ഷെ അടിസ്ഥാനം സാർ എനിക്ക് പറയാനുള്ളത്, ഇത് ജനങ്ങളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ എന്തുകൊണ്ടോ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അവർക്ക് ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമായിട്ട് ഇതിലൊക്കെ നിൽക്കുന്നുള്ളേ ഉള്ളൂ. അവർക്കൊന്നും എന്തുകൊണ്ടോ ഇടതുപക്ഷത്തൊപ്പം ചേരാനായിട്ട് താല്പര്യം വരുന്നില്ലാത്ത ക്രിസ്ത്യൻ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി വാങ്ങിക്കൂട്ടാം. അതാണ് മലപ്പുറത്ത് കാണുന്നത്. അതല്ലേ എത്രയെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുന്നു. പക്ഷെ മലപ്പുറം ഒറ്റ ബ്ലോക്കായി LDF-നെതിരെ തിരിയുകയാണ്. അതൊക്കെ കൊണ്ട് വീണ്ടും ഒരു കാര്യം ഇടതുപക്ഷത്തിന് ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയാം. ഏതായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിടാതിരുന്നാൽ അവർക്ക് നല്ലത്. കാരണം വെച്ചാൽ ഒന്നുമല്ല പേരുദോഷം കേൾക്കത്തില്ലല്ലോ. ഇപ്പൊ തന്നെ മാണി സാറിന് വേണ്ടി സ്മാരകം പണിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിക്കാൻ പോലെ അനുവദിച്ചെന്ന് കേട്ടല്ലോ. അത് നല്ല കാര്യമാണ്. അത് അവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അവരുടെ വോട്ട് CPM-ന് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവർക്ക്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് നമ്മുടെ ജോസഫ് തോമസ് ചോദിക്കുന്നത്, കാപ്പൻ്റെ ഒരു വികസനം പറയാമോ? ജോസ് കെ മാണിയും കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യുക, തെറി പറയുക എന്നത് ഇപ്പോഴും UDF ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്നവരിൽ കൂടുതൽ പേരുകൾ പ്രദീപാണ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ആയിരിക്കാം കേട്ടോ, നിറയെ പ്രദീപ്മാർ നമ്മുടെ പൊതുവേദിക്കൊപ്പം ഉണ്ട്. അപ്പോൾ ശിവൻ കരോളി പറയുന്നത്, പ്രാദേശിക പാർട്ടികളെ നിരോധിക്കുകയാണെങ്കിൽ CPM-നായിരിക്കും ആദ്യം നിരോധിക്കേണ്ടത്. നോക്കൂ, ജോസ് കെ മാണിയെ ചവിട്ടിപ്പുറത്താക്കിയ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് അവരുടെ പിന്നാലെ പോകുന്നത് എന്ന് എന്നോട് ജിയോവ ചോദിക്കുന്നു. അതോടൊപ്പം പിന്നെ ഗോളാന്തരം റഷീദേട്ടൻ ഇപ്പോൾ വളർച്ചയില്ല, അവർക്ക് പിളരും തോറും വളരുമെന്ന് പറഞ്ഞല്ലോ, അതാണ് വളർച്ചയില്ല, ഇപ്പോൾ വളർച്ച മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. KM മാണി സാർ പാലിൽ ചെയ്ത ഒരു വികസനവും നാട്ടിൽ ചെയ്തില്ല, പക്ഷേ 7 വർഷക്കാലമായിട്ട് കൊള്ളാമായത് കിടക്കുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം BJP വോട്ട് കൊണ്ട് ജയിച്ച കൃത്യം കണക്ക് നോക്കുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സുരേന്ദ്രൻ എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, ഇത് ഒരു വിലപേശൽ രാഷ്ട്രീയം ഉപയോഗിക്കുകയാണോ കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതോ അവർ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം മനസ്സുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. സുരേന്ദ്രൻ, കുറേ ദിവസമായല്ലോ, എവിടെ പോയി? തിരക്കിലായിരുന്നോ? ഗൾഫിലല്ല, ഞാൻ ഇലക്ഷനിലായിരുന്നു. ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഓ, വണ്ടർഫുൾ. ഏത് വാർഡിലാണ് ജയിച്ചത്? തിരുമുളങ്ങത്താവ് പഞ്ചായത്ത് ചെയർപേഴ്സൺ ക്ഷേമകാര്യ. ഓ, ക്ഷേമകാര്യ കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണാണ് കമ്മിറ്റിയുടെ, അല്ലേ? അങ്ങനെയാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഞങ്ങള്. ഓ, അപ്പൊ നമ്മുടെ പുതിയ പ്രേക്ഷകർ ജയിച്ചിട്ട് കുറെ പേർ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങ് ജയിച്ചു, വളരെ കൺഗ്രാജുലേഷൻസ് സുരേന്ദ്രൻ. അങ്ങയുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പൊതുവേദി പ്രേക്ഷകൻ എന്ന നിലയിൽ അങ്ങക്ക് പൊതു കാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യമൊക്കെ അങ്ങയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ വാർഡിൽ മാറ്റത്തിനൊക്കെയുള്ള ഒരു വലിയ ഊർജ്ജം അങ്ങേക്കുണ്ട് എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ്. അപ്പോൾ എത്ര വോട്ടിന് ലീഡ് കിട്ടി? 140. അപ്പോൾ മണ്ഡലം വാർഡ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. അപ്പോൾ ബ്ലോക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ജില്ലാ ഡിവിഷനിലേക്ക്
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞങ്ങളുടെ ഡിവിഷനിൽ ജയിച്ച മേരി തോമസ് ആണ്. വൻ ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം വലിയ ഇതില്ല എന്ന് പറയുമ്പോഴും സുരേന്ദ്രന്റെ നാട്ടിൽ ശക്തമായി മുന്നേറുക മറ്റേറ്റവും പാർട്ടി നാട്ടിൽ മാത്രമല്ല ജില്ലയിലും വലിയ പ്രശ്നമൊന്നുമില്ല, തൃശ്ശൂരും വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കിയിട്ട് 13-10 സ്ഥലത്തും ലീഡ് തന്നെയാണ്. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അസംബ്ലി വരുമ്പോഴേക്കും അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങള്. പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാർ ഇവിടെ എഴുതി കാണിക്കുന്നത് മാണി കോൺഗ്രസ് എന്താ LDF വിടാത്തതെന്നല്ല ചോദിക്കുന്നത്, എന്തിനു വിടണം? മാണി കോൺഗ്രസ് LDF വിട്ടു പോകേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മൾ ഒന്ന് ആലോചിക്കണം. കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുന്നേ ബെന്നി ബെഹനാൻ ഇവരെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് റോഷി അഗസ്റ്റിൻ വൈകാരികമായി പറഞ്ഞ വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മൾ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് മാണി കോൺഗ്രസ് LDF വിടാത്തത് എന്നത് വ്യക്തമായിട്ട് അവരന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിവിടെ LDF വന്നിട്ട് അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും LDF ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. 13 സീറ്റ് ചോദിച്ചു, 13 സീറ്റും കൊടുത്തു. ഒരു സീറ്റ് മാത്രം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് അത് തിരിച്ചെടുത്തത്. അത് പാർട്ടി നേതൃത്വം അവരുടെ ആവശ്യങ്ങളൊക്കെ ഉൾക്കൊള്ളും. അതൊന്നും പ്രശ്നമുള്ള കേസൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെന്തിനാ LDF വിടണ്ടെന്ന് ഒരിക്കലും വിടില്ല. അത് അവര് വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്തയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ സാർ ഇന്നലെ പറഞ്ഞു മറ്റേ പവർ കട്ടിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. പവർ കട്ട് നേട്ടമല്ലെങ്കിലും കോട്ടാണെന്ന് സാർ വിചാരിക്കില്ല. പവർ കട്ട് ഇന്നലെ നേട്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കിട്ട് ഞാൻ വളരെ ശതമാനം പവർ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ആയിക്കോട്ടെ, പവർ കട്ട് നേട്ടാണോ കോട്ടാണോ? അത് തടഞ്ഞത് ആരാണെന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ കേൾക്കുന്നുണ്ട്, സംഗതികൾ കേൾക്കാറുണ്ട്, വിളിക്കാൻ പറ്റാറില്ല എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ സുരേന്ദ്രൻ വിജയിച്ചിരിക്കുകയാണ്. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം സുരേന്ദ്രന് VC തോമസ് അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ പലരും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. ചിലരൊക്കെ ചെറിയ വോട്ടിനൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ചിലരൊക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നു എന്നത് ഇപ്പോൾ നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദിയിലെ പ്രേക്ഷകർ സാധാരണക്കാരല്ല, അവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്, പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട്. മാത്രമല്ല ഇത് നമ്മളുടെ കൂടി ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഇത് ഒരു ജനപ്രതിനിധിയും കൂടി അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ തിരഞ്ഞെടുത്ത ജനകീയ നേതാക്കൾ കൂടി ഉൾപ്പെട്ട ഒരു പരിപാടിയാണെന്ന ബോധ്യം ഇതിൽ സംസാരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ ഏറ്റവും സഭ്യമായ ഭാഷയും നമുക്കിതിൻ്റെ കമൻറ്റുകളിലും എല്ലാറ്റിലും ഉൾക്കൊള്ളിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ അജയ്കുമാർ എന്നോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ്കുമാർ, എന്തിന് പോകണം മാണി കോൺഗ്രസ് LDF വിട്ടിട്ട് എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പൂർണ്ണമായി ശരിയാണോ ശ്രീ അജയ്കുമാർ? ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ നമ്മളെല്ലാവരും പറയുന്നത് പാലായിലേക്കും തൊടുപുഴയിലേക്കും പോയി നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ഇന്നലകളിലെ നേതാക്കന്മാരും ഇന്നും ശക്തമായിട്ട് ഈ രണ്ട് ഗ്രൂപ്പുകളിലും ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പം ഇനിയുള്ള ചർച്ചകളിൽ ചങ്ങനാശ്ശേരിയെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ചർച്ചകൾ കൊണ്ടുപോകണം. കാരണം കേരള കോൺഗ്രസുകളുടെ പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിന്റെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ചങ്ങനാശ്ശേരി. ആ കാര്യം മറക്കരുത്. അതൊന്ന്. രണ്ടാമത്, അത് ഞാൻ ഓർമ്മിക്കുന്നേ ഉള്ളൂ. രണ്ടാമത്, ഇപ്പം പോകുമോ വരുമോ എന്നുള്ളത് എന്തായാലും ഒരു ചർച്ച ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ എല്ലാവരും ഒരുപോലെ ഇതിന്റെ ഇത്തരം ഒരു വാർത്ത പടച്ചുവിടുകയില്ലായിരുന്നു. എന്തായിരിക്കാം ഒരു പക്ഷേ സംഭവിച്ചത് എന്ന ഇവിടങ്ങളിലുള്ള ചർച്ചയിൽ നിന്നും എനിക്ക് ബോധ്യമായത്, കാരണം കോൺഗ്രസ് എങ്ങനെയാണ് അന്തരിച്ച KM മാണിയെ കോൺഗ്രസിൽ നിന്നും പോകാനുള്ള സാഹചര്യം ഒരുക്കിയത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഏകദേശം 5 പതിറ്റാണ്ട് കാലത്തോളം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന് അദ്ദേഹം തല കുനിച്ച് പോകേണ്ടി വന്ന ഗതികേടിൽ അദ്ദേഹത്തെ എത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ആ ബാർ വിവാദവും അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അത് വൻ ചതിയാണ് കോൺഗ്രസ് KM മാണിക്കെതിരെ ചെയ്തത്. അത്തരം ഒരു പാർട്ടി, അവിടെ നിന്നാണ് പാർട്ടി വിട്ട് അദ്ദേഹത്തിന്റെ മകൻ LDFന്റെ കൂടെ പോകുന്നത്. അവിടെ നിന്ന് അവർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കേരള കോൺഗ്രസ് കൂടെ ഇല്ലാതെ കോൺഗ്രസിന് ഒരിക്കലും പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ സഭകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോസ് കെ മാണിയെടുത്ത് പ്രഷർ ചെലുത്തി എന്നാണ്
ചില അനൌദ്യോഗികമായ രീതിയിൽ അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചകളെല്ലാം വന്നത്. പക്ഷേ അദ്ദേഹം അതിന് നിന്നുകൊടുത്തില്ല. പിന്നെ സാന്ദർഭികമായി ഇപ്പൊ തിരുവനന്തപുരത്ത് 25 സെന്റ് സ്ഥലം എന്താണ് മണി സാറിന്റെ പേരിലൊരു ഫൗണ്ടേഷന് വേണ്ടി വിട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു റീസൺ അല്ല. ഇപ്പൊ ഒരു ആഴ്ച 25-35 സ്ഥലം മേടിക്കാൻ തിരിച്ച് മേടിക്കാൻ ധനസമാഹരണം നടത്തി മേടിക്കാൻ കഴിവുള്ളവർ ഈ കോഴമാണി കള്ളനെന്ന് ഒരു ഭാഗത്ത് നിന്ന് LDF വിളിച്ചു. അതിലും വലിയ ചതിയല്ലേ കോൺഗ്രസ് ചെയ്തത് മാണി സാറിന്റെ അടുത്ത്. ആലോചിച്ച് നോക്കൂ, അത് ഭയങ്കര ചതിയായിപ്പോയി. ഇപ്പം അന്നൊരു അഴിമതി ആരോപണം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ KM മാണി മാത്രമേ ഉള്ളൂ അതുപോലെ അഴിമതിയിൽ നിന്നിരുന്നു എന്ന് അവർ പറയപ്പെടുന്ന വ്യക്തി. ഈ പറഞ്ഞിരുന്ന ഉറപ്പല്ലേ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ അത്ര വലിയ മാന്യന്മാരാ? എനിക്ക് തോന്നുന്നില്ല. അത് പൊതുജനം വിശ്വസിക്കത്തുമില്ല. അതിന്റെ ഫലമാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നത്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് ഏകദേശം അതൊക്കെ കൊണ്ട് തന്നെ. അവര് നിലം തൊടില്ല മധ്യ തിരുവിതാംകൂറിൽ മാണി ഗ്രൂപ്പ് ശക്തമായിട്ട് അവരുടെ കൂടെ ഇല്ലാതെ. നമ്മളീ പറയുന്നത് പോലെ ക്രിസ്ത്യൻ കോൺഗ്രസ് ആണ്, അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ പോകത്തില്ല, അണികള് അവർ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഫലം നമ്മുടെ മുമ്പിലില്ലേ? ഈ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മുടെ മുമ്പിലില്ലേ? അപ്പൊ കോൺഗ്രസിനാണ് വളരെ ഡെസ്പറേറ്റ്ലി ഇവരെ വേണ്ടുന്നത്. അത് വിജയിച്ചില്ല, അതാണ് സംഭവം. ശരി, വ്യക്തമാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജയകുമാർ, നമ്മുടെ സുരേന്ദ്രൻ വിജയിച്ചല്ലോ തെരഞ്ഞെടുപ്പിൽ, അപ്പോൾ അദ്ദേഹത്തിന് തംസപ്പൊക്കെ കൊടുക്കുന്നു. അപ്പോൾ സുരേന്ദ്രൻ അഭിവാദ്യങ്ങൾ പലരും അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഷിജു നമ്മുടെ പൊതുവേദിയിലുള്ള പ്രദീപ്മാരുടെ കണക്കെടുക്കുകയാണ്. പ്രദീപ് തിരുവനന്തപുരത്തുണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള പ്രദീപുണ്ട്, കൊല്ലത്തുനിന്നുള്ള പ്രദീപുണ്ട്, കോഴിക്കോട് നിന്നും പ്രദീപുണ്ട്, കാസർഗോഡ് നിന്നൊക്കെ പ്രദീപുമാരുണ്ട്. അപ്പോൾ പ്രദീപുമാർ ധാരാളമുള്ളൊരു വേദിയായി പൊതുവേദി മാറുകയാണ്. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. പ്രദീപുമാർ കുറെ അധികം ഉണ്ട്, കൃഷ്ണൻകുട്ടി അധികം ഇല്ലെന്ന് തോന്നുന്നു. കൃഷ്ണൻകുട്ടിമാർ അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കാഴ്ചവെച്ചിരിക്കുന്നു, സുരേന്ദ്രൻ. അതിനൊക്കെ സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അവിടെ വലിയ നേട്ടം കൊയ്തു എന്നാണ് അവരുടെ പ്രദേശത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഈ ചർച്ച ഇങ്ങനെ ഉയർന്നു വന്നത് മാണി കോൺഗ്രസിനൊരു ക്ഷീണം ആവുമോ? ഒരു പാരയായോ ഈ ചർച്ച? ഈ നമ്മൾ ഈ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, നക്കിക്കൊല്ലുകയെന്ന്. അവരിങ്ങനെ സ്നേഹം കാണിക്കുകയാണ്. ഈ പറഞ്ഞ UDF പിന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനോട് സ്നേഹം കാണിക്കുന്നത് അവരെ നന്നാക്കിയെടുക്കാനൊന്നും അല്ല. അവര് വന്നു കഴിഞ്ഞാല് അവരെ എന്തൊക്കെ ചെയ്യാമെന്ന് PJS ഗ്രൂപ്പൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ ഈ ഗ്രൂപ്പിന് അന്ന് UDF നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ഇവരെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുമെന്ന് പറഞ്ഞ് അന്നത്തെ UDFന്റെ കൺവീനർ പ്രഖ്യാപിക്കുന്ന സംഗതിയൊക്കെ ഞാനന്ന് TV ലൈവായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദയവില്ലാതെ, ഒരു പരിഗണനയില്ലാതെ എത്രയോ കാലങ്ങളായിട്ട്, അതായത് UDF എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്ന സമയത്ത് കെ കരുണാകരനും KM മാണിയും R ബാലകൃഷ്ണനുള്ള ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് ഈ UDF എന്നുള്ള സംവിധാനം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനത്തിൽ നിന്ന് KM മാണി സാറ് മരിച്ചതിന് ശേഷം അവരെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് എന്തായാലും, ഞാനൊന്ന് ഈ UDFനെ സപ്പോർട്ട് ചെയ്യുന്ന മാനസികാവസ്ഥയിലുള്ള ആളല്ലെങ്കിൽ പോലും ഞാനത് വിഷമത്തോടെയാണ് കണ്ടത്. അങ്ങനെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത രീതിയിലായിരുന്നു അവരെ പുറത്താക്കിയത്. ഇപ്പൊ എന്തിനാ അവരെ തിരിച്ചു വിളിക്കുന്നേ? അവരെ തിരിച്ചു വിളിക്കുന്ന അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവർക്കും അറിയാതെ. ഇപ്പൊ അതേ സംബന്ധിച്ച് പറ്റി പറയുമ്പോ LDFല് ഈ ഉള്ള ഘടകകക്ഷികളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവർക്കെല്ലാം കഴിയുന്നത്ര പരിഗണന കൊടുത്തിട്ടാണ് LDFന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഈ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊന്നും അവർക്ക് ആവശ്യത്തിന് അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങൾ വരെയുണ്ട്, അധികം ആൾക്കാരില്ലാത്തത്. അവരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതും കഷ്ടപ്പെട്ടിട്ടുള്ളതും ഒക്കെ CPM-കാരാ. അത് ഈ കേരള കോൺഗ്രസ്സുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം. എനിക്ക് എന്റെ നാട്ടിലെ കാര്യം അറിയാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുത്ത് നമ്മളെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുന്ന കൂടുതൽ ചിലപ്പോ അവരുടെ നമ്മളെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് CPM-ലും ഇടതുപക്ഷത്തും ഉള്ളത്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി UDF-ലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി പോയി കഴിഞ്ഞാല് അവർക്ക് അവിടെ കാര്യമായിട്ട് പരിഗണന കിട്ടാതിരിക്കുകയും LDF അധികാരത്തിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ അതോടെ ഈ പ്രസ്ഥാനം തീരത്തില്ലയോ? പിന്നെ അവരൊന്നും ഉയർന്നു വരാൻ എത്ര വർഷങ്ങളെടുക്കും? അതൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഈ UDF-ലുള്ളത് മുഴുവൻ ചതിയന്മാരാ. KM മാണി സാറിനെ അന്നത്തെ ആ ബാർക്കോഴ വിവാദത്തിലേക്ക് വലിച്ചയക്കാൻ വേണ്ടി പണിയെടുത്ത മുഴുവൻ UDF-കാരാ. അവര് വഴി കാണിച്ചു കൊടുത്തപ്പോ LDF അത് മുതലാക്കി എന്നുള്ളതാണ് ശരി. അത് KM മാണി സാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെ ഒരു അന്വേഷണം നടത്തിയിട്ട് അവര് തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതാരായിരുന്നു, എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും, ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും പിന്നെ UDF-ലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമോ? പിന്നെ അവരുടെ അരമനയൊക്കെ പറയുന്നുണ്ടാവും, അവർക്ക് വേറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവർക്ക് ഇവരെ സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒറ്റ പോക്കാണ്, പിന്നെ ഒന്നും തിരിച്ചു വരവ് ഉണ്ടാവില്ല. അതവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ പോകരുത്, പോകാൻ പാടില്ല, പോവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഉത്തർപ്രദേശിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ബാലചന്ദ്രൻ. നമസ്കാരം. ശ്രീ ബാലചന്ദ്രൻ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറെ ദിവസങ്ങളായി അല്ലേ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ തമ്മിൽ അങ്ങേയറ്റത്തെ സ്നേഹമല്ലേ? ആയിരക്കണക്കിന് ആൾക്കാരുടെ ഫോൺ എടുത്താലും എന്റെ ഫോൺ എടുക്കാൻ പറ്റില്ല എന്നൊരു ഭാഷയുള്ള മാതിരി തോന്നി. ആണോ? നമുക്ക് അതത്ര കൊടും തണുപ്പത്തിന് ഇത്ര 13,000 കിലോമീറ്റർ ദൂരത്തിന് വിളിക്കുകയും ചെയ്തിട്ട് അതിന്റെ ഒരു ചെറിയൊരു പരിഗണന കൂടി നമുക്ക് തരുന്നില്ല. പരിഗണന തരേണ്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നമ്പർ ഒന്നും കാണില്ല ഈ ഇത് കണക്ട് ചെയ്യുന്ന ആൾക്ക്. അപ്പൊ അയാള് എന്താ മനുവായി വിശേഷം? നല്ല സുഖമായിട്ടിരിക്കുന്നു. എന്തോ ഒരു അസുഖം മാതിരി തോന്നി. കാരണം എനിക്ക് ഫോൺ കണക്ഷൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ പരിപാടി കാണലുണ്ട്. പക്ഷെ എന്തോ ഒരു കഴിഞ്ഞ പ്രാവശ്യം കൂടി ഒരു ജലദോഷത്തിന്റെ ഒരു മട്ട് തോന്നി. അന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പിന്നെ ഞാൻ കുറച്ചു കാലം ആശുപത്രി ചികിത്സയൊക്കെ എടുത്തു, ചെറിയൊരു കാലം. അതിനുശേഷം ഷുഗർ പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു. മറ്റ് മൾട്ടിപ്പിൾ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നിർത്തുന്നു. ഒന്നും കൂടി ട്രീറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പം മരുന്നൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പോകുന്നു. അല്ല, ഭേദം ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. കാരണം എന്റെ ഫോൺ എടുത്തിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ശബ്ദം കേൾക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം. ശ്രീ ബാലചന്ദ്രനെ പോലെ ആൾ ഉത്തർപ്രദേശ് നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേരുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനവും സന്തോഷവും. ഇനിയിപ്പോ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നടക്കുന്ന ഈ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ അവിടെ അറിയുന്നുണ്ടോ ശ്രീ ബാലചന്ദ്രൻ? ഉത്തർപ്രദേശ് നമ്മളത് ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ പൊതുവേദി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഇത്രയും ഒരു ചർച്ച നമ്മുടെ ചായക്കടയിലൊക്കെ നടക്കണ പോലുള്ള ഒരു ചർച്ച പോലുള്ള ഒരു പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ദേഷ്യവും വല്ലതും ഇപ്പൊ ഈ കഴിഞ്ഞ നേരത്തെ ഒരാൾ ലേശം മോശം വർത്താനം പറഞ്ഞതല്ലാതെ വേറെ ആരും അങ്ങനെ ഒരു മോശം വർത്താനം പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയായിരുന്നു, എല്ലാവരും ഒരു തമാശയൊക്കെ ആയിട്ട് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ വിഷയം പറയാനുള്ളത് എന്താ അറിയോ, അത് ജോസ് കെ മാണി രംഗത്ത് വന്ന അന്ന് തൊട്ടിട്ടാണ് ഇവർക്കൊക്കെ ഈ നേതാക്കന്മാർക്ക് ഒരു ഇളക്കം തുടങ്ങിയത്. എന്നാ എത്ര മക്കൾ വന്നിട്ടുണ്ട്. ഇപ്പൊ TM ജേക്കബിന്റെ മകൻ വന്നിട്ടുണ്ട്, PC ജോർജിന്റെ മകൻ വന്നിട്ടുണ്ട്, പല ആളുകളുടെ മക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ജോസ് കെ മാണി നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോ ആ കാലം തൊട്ടിട്ട് ഇതിലൊരു വഴുക്കല് തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ UDF ചെയ്തത് ഏറ്റവും നെറുകെട്ട ഒരു പ്രവൃത്തിയാണ് ഈ ജോസ് കെ മാണിയുടെ പാർട്ടിയോട് ചെയ്തത്. കാരണം അവര് ജോസ് കെ മാണിയെ മാനിക്കണ്ട, KM മാണിയെ മാനിച്ചിട്ട് ആ പാർട്ടിക്ക് നല്ല സ്ഥാനം കൊടുത്തിട്ട് അവിടെ നിർത്തുകയാണെങ്കിൽ ഇക്കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അല്ല പിന്നെ, കാരണം അത് പിറകിൽ നിന്ന് കുത്തല്ല, അമ്മാതിരി ചതിപ്പണിയാ ചെയ്തത്. താൽക്കാലിക നഷ്ടം വരണമെന്ന് നോക്കിയിട്ട് വലിയവൻ വരുന്നുണ്ടെങ്കിൽ ഇയാളെ ചവിട്ടി പുറത്താക്കല്ലേ ചെയ്തത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഇതൊരു KM മാണി ഒരു പൊട്ട് മാനിച്ചിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇതിപ്പോ എങ്ങനെ പോയിട്ട് വെച്ചാലും ഇവരൊക്കെ ഈ മതത്തിന്റെ ആളുകളാണ് ഇവരൊക്കെ. അത് കോൺഗ്രസ് ആണ് അത് പെട്ടുപോയത്. മുസ്ലിമിന്റെ ആണെങ്കിലും ഹിന്ദുവിന്റെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും NSS ആണെങ്കിലും എല്ലാവരും പേടിച്ച് ജീവിക്കേണ്ടത് ഈ കോൺഗ്രസിന്റെ ഒരു ഇതായി പോയി. അതിനൊന്നും അവർ രക്ഷപ്പെടില്ല. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഈ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാണല്ലേ? ഡൽഹിയിൽ തണുപ്പാണെന്ന് ഞാൻ അറിഞ്ഞു. വിറച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓ ശരി. അകത്തിന്റെ ഉള്ളിലെടുത്ത് വിറച്ചിട്ട് അമ്മാതിരി തണുപ്പ്. ഓക്കെ, ഒരു മാസം കൂടി ഉണ്ടാവും ചിലപ്പോ. ഇനി മാർച്ച് വരെ ഉണ്ടാവും. മാർച്ചിൽ എന്തായാലും നാട്ടിലേക്കൊന്ന് വരുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് ബന്ധപ്പെടാം. ഓക്കെ, സന്തോഷം. വെൽക്കം ടു കേരള. ഓക്കെ, താങ്ക് യു.
എന്നോടൊപ്പം ശ്രീ രാജൻ ചേരുന്നുണ്ട്. ശ്രീ രാജൻ കൊല്ലത്തുനിന്നല്ലേ? കൊല്ലം എന്നാണോ എഴുതിയിരിക്കുന്നത്? എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. ശ്രീ രാജൻ. യെസ് സാറേ, നമസ്കാരം. വിശേഷം? നല്ല വിശേഷം. എന്റെ ജന്മദിനമാണിന്ന്, എന്റെ ബർത്ത്ഡേ ആണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പൊ ഞാൻ വയസ്സ് ചോദിച്ചാൽ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. 67 കംപ്ലീറ്റ് ആയി, 68 തുടങ്ങി. 68ന്റെ യുവത്വത്തോടു കൂടി മുന്നേറുകയാണ് അല്ലേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സുരേന്ദ്രൻ. അപ്പൊ ഇന്ന് പൊതുവേദിയിൽ സന്തോഷ വാർത്തകൾ കൊണ്ട് നിറയുകയാണ്. ശ്രീ രാജന്റെ പിറന്നാളാണ്, സുരേന്ദ്രന്റെ വിജയമാണ്. നമ്മൾ സത്യത്തിൽ ഒരു കേക്ക് മുറിക്കേണ്ടതായിരുന്നു. എനിക്കാണെങ്കിൽ സത്യത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കേക്ക് കൊടുത്തേനെ. മുന്തിരി തരാമെന്ന് പറഞ്ഞ ആളിനോട് എനിക്ക് മുന്തിരി അയച്ചു തരാൻ പറയണം. പുള്ളിയുടെ എതിരുകാരനാ ഞാന്. പുള്ളി എനിക്ക് തരുമെന്ന് തോന്നുന്നില്ല. ഹലോ, അതൊന്നും കുഴപ്പമില്ല. ആശയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാ ദിവസവും സംവദിക്കുന്നു. അതെ. എനിക്കങ്ങനെ പുള്ളിയോടെ ഉള്ള വഴക്കൊന്നുമില്ല. നമ്മൾ പാർട്ടിയുമായിട്ടുള്ള വഴക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ സുരേന്ദ്രൻ എന്റെ എല്ലാവിധ ഭാവങ്ങളും, കാരണം സുരേന്ദ്രൻ വളരെയധികം നമ്മുടെ പൊതുവേദി തുടങ്ങിയ സമയം മുതലുള്ള ആളാണ്. എല്ലാ നന്മകളും നേരുന്നു. പുള്ളി വിജയിക്കട്ടെ. അതെ, കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മുന്നേറാൻ കഴിയട്ടെ. അപ്പോൾ അതേപോലെ തന്നെ അങ്ങക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുന്നുണ്ട് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലത് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ, ഒരു ചുവന്ന ഹൃദയം ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അങ്ങക്ക്. താങ്ക് യു. കൃഷ്ണൻകുട്ടി ഞങ്ങളുടെ പാർട്ടിക്കാരനാ കേട്ടോ. പിന്നെ നമ്മുടെ ദീപുവിനെ കണ്ടില്ല. ദീപു കുറെ നാളായി വന്നിട്ട്. ദീപു ഇപ്പൊ വിദേശത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന്, മുമ്പ് അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നല്ലോ. അപ്പൊ ആ സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് വിളിക്കാം. പക്ഷെ ഇപ്പൊ അവിടെ അപ്പൊ ജോലിയൊക്കെ ഇപ്പൊ തുടങ്ങിയില്ല. അപ്പൊ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. അതും നമുക്കൊരു സന്തോഷ വാർത്തയാണ്. മോൻസ്ക എന്നോട് പറയുന്നത് ശ്രീ രാജന് ഹാപ്പി ബർത്ത്ഡേ, 3 റോസാപ്പൂക്കൾ, ഒരു ചുവന്ന ഹൃദയം, ഇതാണ് അയച്ചിരിക്കുന്നത്. വി.സി. തോമസും അങ്ങക്ക് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. റോസാ പുഷ്പമാണ് തരുന്നത്. അപ്പൊ ഇഷ്ടംപോലെ റോസാ പുഷ്പമാണ് കിട്ടുന്നത്, ചുവന്ന ഹൃദയം. വെരി ഗുഡ്. ഞാന് പിന്നെ ഈ ഈജിപ്തിലും പിന്നെ നമ്മുടെ ബഹ്റിനിലും മസ്കറ്റിലും ഒക്കെ കോൺസുലേറ്റ് ജോലി ചെയ്ത ആളാ. അങ്ങനൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അത് പോട്ടെ. പിന്നെ ഈ ഇതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഒരു മിനിറ്റ്, പിന്നെ മനുസാറിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുന്നു. എന്റെ ജന്മദിനത്തിൽ എന്നെ ആശംസിച്ചതിന് വളരെയധികം നന്ദി. ഗൗതം ആശംസകൾ ഇങ്ങനെ നിറയുകയാണ്. ഗൗതം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു. ഷിജു കുര്യത്ത് കേക്ക് അയച്ചിരിക്കും. കേക്ക് അങ്ങക്ക് ഡിജിറ്റൽ കേക്ക്. താങ്ക് യു. എല്ലാവരെയും ദൈവം, വലിയവരായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞോളൂ. ഓക്കെ. എന്നിട്ട് മാണി സാറിന്റെ മോനെ ഏതായാലും ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു മന്ത്രിയായിരിക്കും പുള്ളി. തീർച്ചയായിട്ടും പുള്ളി പോകാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ്, ഇനി നമുക്ക് അധിക സമയമില്ല. KG കുമാർ കൂടി എന്നോടൊപ്പം ചേർന്നുണ്ട്. ഞാൻ കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ജോസഫ് കൃഷ്ണൻകുട്ടി പറയുന്നത് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കണം, ജയിക്കും വരെ മത്സരിക്കണം. ഈ തവണ പാലയിൽ നല്ല ടൈറ്റ് മത്സരമാണ്. BJPയുടെ 1500 വോട്ടാണ് കാപ്പന് കിട്ടിയത് എന്ന് എന്നോട് ജോസഫ് തോമസ് പറയുന്നു. ഇത്തവണ BJP വോട്ട് ഷോട്ട് നിന്നാൽ പിടിക്കും. അങ്ങനെ നോക്കിയാൽ ജോസ് കെ മാണി ജയിക്കും എന്ന് ജോസഫ് തോമസ് എന്നോട് പറയുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി വിടുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ നിന്ന് വാർത്ത കിട്ടിയത്? തെറ്റായ ഈ വാർത്ത സൃഷ്ടിച്ചത് എന്ന് പറയുന്നു നമ്മുടെ ഗൗതം. ഓക്കെ ഗൗതം, അത് ഞാൻ വിശദമായിട്ട് ഒരു ദിവസം പറയാം. അപ്പോൾ KG കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊട്ടാരക്കരയിൽ നിന്ന്. KG കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. ഹലോ, ഞാൻ ഒരുപാട് നേരം ആദ്യം കുറെ നേരം വെയിറ്റ് ചെയ്ത് കട്ടായി. ഇപ്പൊ വീണ്ടും ഇപ്പൊ ഏതാണ്ട് 25 മിനിറ്റോളമായി. ഇപ്പൊ വീണ്ടും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനല്ലേ, നമ്മൾ ഇനിയും സംവദിക്കാൻ. ശരി. എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം ഈ പോകാനുള്ള ഒരു ചാഞ്ചാട്ടം ഈ ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അബദ്ധമായി പോകുന്നതാണ് പിന്മാറ്റം. അതിന്റെ കൂടെ 25 സെന്റ് സ്ഥലവും കിട്ടി. പിന്നെ അതുകൊണ്ടാണ് കാര്യം, പുള്ളി സ്ഥിരമായിട്ട് തോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടാണല്ലോ വീണ്ടും പിന്നെ അപ്പുറത്തെ രാജ്യസഭ രാജിവെച്ച് എന്നിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും രാജ്യസഭയിലേക്ക് ഇപ്പൊ ആയത്. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ കേരള കോൺഗ്രസും ഈ നേതാക്കന്മാരും എല്ലാം അക്ഷരനഗരി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ മുകേഷിന്റെ വീട്ടിന് മുമ്പിലത്തെ റോഡും കൊല്ലം ബസ് സ്റ്റാൻഡുമാണ് ഏറ്റവും മോശമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ കോട്ടയം ബസ് സ്റ്റാൻഡും അതിലും മോശമാണ്. കാര്യം മഴ സമയത്ത് അവിടെ കാല് കുത്താൻ പോലും പറ്റത്തില്ല. അപ്പൊ ഈ മഹാന്മാരായ നേതാക്കന്മാരെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് ഒന്ന് നന്നാക്കണം.
ശരി, ഓക്കെ. അപ്പൊ അങ്ങയുടെ അതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ക്രിസ് എന്നോട് പറയുന്നത് ജോസ് കെ മാണി ഷുഡ് ബി ഇൻ LDF എന്ന് പറയുന്നു. UDF ഫോം ചെയ്യുന്ന സമയത്ത് KM മാണി ഇല്ല, അന്ന് ബാലകൃഷ്ണപിള്ളയാണ് UDFൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ UDF ഉള്ള സമയത്ത് KM മാണി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അന്ന് ബാലകൃഷ്ണപിള്ള പലതവണ ആവർത്തി ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് KM മാണി ഇല്ലായിരുന്നു, പിന്നെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ജിയോവ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജിയോ പറയുന്നത് KM മാണിയെ ബാർക്കോഴ കേസിൽ പ്രതിയാക്കാൻ ഒക്കെ നടന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഈ വിഷയം പ്രേക്ഷകരുമായി വളരെ വിപുലമായി ചർച്ച ചെയ്തിരുന്നു. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, മാണി കോൺഗ്രസിൻ്റെ ഈ മുന്നണി മാറ്റ ചർച്ചകൾ അവർക്കൊരു തന്നെ ഒരു വിനയായോ എന്നതാണ്. കാരണം ഇപ്പോൾ പല പഴയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായി. ഇപ്പോൾ അത് മാണി കോൺഗ്രസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു പാർട്ടിയാണോ എന്നൊരു സംശയം ആളുകളിൽ ഉടലെടുക്കുമെന്നൊക്കെയുള്ളായിരുന്നു ചോദ്യം. ഏതാണ്ട് 85% ആളുകൾ അങ്ങനെ ഒരു സംശയം ശരിയാണ് എന്ന് എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ഏതായാലും രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ സ്ഥിരമായി മിത്രങ്ങളോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സാഹചര്യങ്ങൾ, അധികാര സമവാക്യങ്ങൾ, തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ ഇതൊക്കെ മുൻനിർത്തി പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ മാറും. അപ്പോൾ കൂട്ടുകെട്ടുകളും അതിനനുസരിച്ച് മാറും. ഇന്നലത്തെ സുഹൃത്തുക്കൾ നാളെ ചിലപ്പോൾ ശത്രുക്കളാകാം. രാഷ്ട്രീയത്തിൽ ഒന്നും അസാധാരണമല്ല. വോട്ടർമാരുടെ രാഷ്ട്രീയ ഓർമ്മശക്തി പലപ്പോഴും കുറവാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞതും ചെയ്തതുമൊക്കെ മറന്ന് പുതിയ വാഗ്ദാനങ്ങളും വികാര പ്രചരണങ്ങളുമൊക്കെ വരുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോകും. രാഷ്ട്രീയക്കാരെ നിലപാട് മാറാൻ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ വ്യക്തികളുടെയോ വാക്കുകളുടെയോ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കുറെ കൂടി ജാഗ്രതയോടുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ജാഗ്രതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിന് അടിത്തറപാകാൻ നമുക്ക് കഴിയുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.